ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫയൽസിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വി ഹാവ് സീൻ the different types of files and all, right? So there are two category of files, stream oriented files and system oriented files. Again, stream oriented files are of two types, text files and unformatted data files. Okay, so and based on the way we are accessing the file, we can classify the way of access into two: sequential access and random access. Okay, all these are we have learned in the previous class itself. So today we are going to learn about the different type of file operations which we are performing on a file by using C programming. Okay, so നമുക്ക് ഏതൊക്കെ type of file operations ആണെന്ന് നോക്കാം. First, we can create a new file. Creation of a new file, and we can open an existing file. Okay, already existing ആയിട്ടുള്ള ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. Then we can read from the file and write into the file, and moving to a specific location in a file, which is also known as seeking or searching. ഓക്കെ, സോ അപ്പം നമ്മുടെ ഒരു ഫയലിനകത്തു നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ഫയൽ, അതായത് ഇന്ന പൊസിഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് അവിടെ മുതലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ടൈപ്പ്, അതിനെയാണ് നമ്മളിവിടെ സീക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഓൾ ദീസ് ഓപ്പറേഷൻസ് വി ക്യാൻ ക്ലോസ് എ ഫയൽ. സോ ദീസ് ആർ ദ മെയിൻ ഓപ്പറേഷൻസ് വിച്ച് വി ആർ പെർഫോമിംഗ് by using C programming. Okay, so we can create a new file, we can open an existing file, reading and writing, moving to a specific location in a file which is known as seeking, then closing a file. Okay, then how to do the opening and closing of a data file? That's the first thing we have to know. Okay, so എപ്പോഴാണെങ്കിലും നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ we need a buffer area. Okay, whatever data which we are accessing into the file or from the file, we need to store it somewhere temporarily. For that we need a buffer area. Okay, അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ബഫർ ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമുക്ക് ഇൻഫർമേഷൻസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബഫർ ഏരിയ വേണം. ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ബഫർ ഏരിയ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു പെർഫോം. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് എ സ്പെഷ്യൽ സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് ഫയൽ. ഇവിടെ ഫയൽ എന്നുള്ളത് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫയൽ. ഓക്കെ, സോ ഫയൽ ഈസ് എ സ്പെഷ്യൽ സ്ട്രക്ചർ വിച്ച് ഈസ് പ്രീഡിഫൈൻഡ്. സിക്കകത്ത് പ്രീഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഫയൽ എന്ന് പറയുന്നത്. ബൈ യൂസിങ് ദാറ്റ് സ്ട്രക്ചർ വി ക്യാൻ എസ്റ്റാബ്ലിഷ് ദ ബഫർ ഏരിയ ഫോർ എ പെർട്ടിക്കുലർ ഫയൽ. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. ആ സ്പെഷ്യൽ സ്ട്രക്ചറിൻ്റെ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിൾ വി ആർ ക്രിയേറ്റിംഗ്. ഓക്കെ, അതാണ് ഇവിടെ ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഫയൽ സ്റ്റാർ PTVAR. നമുക്കറിയാം പോയിൻ്റർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ദി വാല്യൂ, ദെൻ പോയിൻ്റർ സ്റ്റാർ വിച്ച് ഡിസ്ക്രൈബ്സ് ദാറ്റ് ഇറ്റ്സ് എ പോയിൻ്റർ വേരിയബിൾ and we can give the pointer variable name, right? So ഇവിടെ നമുക്ക് വേണ്ടിയ പോയിൻ്റർ വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫയൽ എന്നുള്ള സ്പെഷ്യൽ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ആ സ്ട്രക്ചർ ടൈപ്പാണ്, ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ആക്ച്വലി ഫയൽ എന്ന് പറയുന്നത്. സോ ആ ഒരു ഫയൽ സ്റ്റാർ PTVAR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെമ്പറിനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ പോയിൻ്റർ വേരിയബിൾ PTVAR. Okay, so here PTVAR represents a pointer which is known as stream pointer or simply as stream. Okay, whatever pointer variable we are creating by using the structure file, it is also known as stream pointer or stream. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ PTVAR എന്നാണ് ആ പോയിൻ്റർ വേരിയബിളിന് പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ സ്ട്രീം പോയിൻ്റർ എന്ന് പറയുന്നത് PTVAR ആണ്. ക്ലിയർ? അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ദെൻ വി ക്യാൻ ഓപ്പൺ എ ഫയൽ. സോ അപ്പം ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ബഫർ ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്?
ഫയൽ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം വി ക്യാൻ ഓപ്പൺ എ ഫയൽ ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റർ വേരിയബിൾ. ക്ലിയർ? ഇനി നമ്മൾ ആ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നത് ആ പോയിൻ്റർ വേരിയബിളിലേക്കാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ PTVAR ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയൽ നെയിം ഫയൽ ടൈപ്പ്. ഓക്കെ, ഹിയർ വി ആർ യൂസിങ് എ ലൈബ്രറി ഫംഗ്ഷൻ എഫ് ഓപ്പൺ വിച്ച് ഇസ് ഫയൽ ഓപ്പൺ. ഓക്കെ, എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷനിലേക്ക് 2 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഫയൽ നെയിമും പറഞ്ഞു കൊടുക്കണം, ദെൻ ആ ഫയലിൻ്റെ ടൈപ്പും പറയണം. ഓക്കെ, ഫയലിൻ്റെ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണോ ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയാണ്. അത് നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എഫ് ഓപ്പൺ ഓഫ് ഫയൽ നെയിം ഫയൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിമിലുള്ള ആ ഫയലിനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വേരിയബിൾ, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ഏത് ടെമ്പററി മെമ്മറിയിലേക്കാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഈ PTVARലേക്ക് കൊടുക്കുന്നത്. സോ whenever we are referring PTVAR, it will refer to that particular file only. ഓക്കെ, നമ്മൾ എപ്പോഴൊക്കെ PTVAR എന്നുള്ള ആ പോയിൻ്റർ യൂസ് ചെയ്താലും അത് റെഫർ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഫയലിലേക്കായിരിക്കും. ക്ലിയർ? ഇനി എന്തെങ്കിലും പ്രോബ്ലം കാരണം ഈ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു നൾ പോയിൻ്റർ ആയിരിക്കും. നൾ പോയിൻ്റർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വിച്ച് പോയിൻറ്റ്സ് ടു നത്തിങ്, റൈറ്റ്? അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, PTVARൽ നൾ പോയിൻ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മേ ബി ദാറ്റ് ഫയൽ ഈസ് നോട്ട് ഫൗണ്ട് ഓർ മേ ബി സം എറർ വൈൽ ഓപ്പണിംഗ് ദ ഫയൽ. ഓക്കെ, അപ്പം നമുക്ക് എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നൾ പോയിൻ്റർ കേസ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പം ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. എഫ് ഓപ്പണിനകത്ത് നമ്മൾ ഫയലിൻ്റെ പേരും പറഞ്ഞു കൊടുക്കണം, അത് എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്നുള്ളതും ഫയൽ ടൈപ്പിൽ പറയണം. ഓക്കെ, ദെൻ ദാറ്റ് പോയിൻ്റർ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ഫയൽ പോയിൻ്റർ വേരിയബിൾ PTVAR. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ഫയൽ ടൈപ്സിനകത്ത് നമ്മൾ പറയാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു സ്ട്രിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഹിയർ ആർ മീൻസ് റീഡ് ഓൺലി. എക്സിസ്റ്റിംഗ് ഫയൽസിനെ മാത്രമേ നമുക്ക് റീഡ് പറ്റത്തുള്ളൂ, അല്ലേ? സോ അപ്പം എക്സിസ്റ്റിംഗ് ഫയൽസിനെ റീഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് അല്ലെങ്കിൽ ഫയൽ ടൈപ്പാണ് ആർ എന്ന് പറയുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഫയലിലേക്ക് റൈറ്റ് ഓൺലി. ഓക്കെ, ആർ കൊടുത്താൽ റീഡ് ഓൺലി ആണ്, W കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഓൺലി ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പെൻഡ് മീൻസ് ഓൾറെഡി ആ ഫയലിനകത്ത് കണ്ടൻറ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് ഇനി കൊടുക്കുന്ന കണ്ടൻസിനെ സേവ് ചെയ്യും. അഥവാ ഫയൽ ഇല്ല എങ്കിൽ പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരിക. ഓക്കെ, ദെൻ ആർ പ്ലസ് മീൻസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. എക്സിസ്റ്റിംഗ് ഫയലിനകത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി ആർ പ്ലസ് കൊടുക്കാം. അല്ല, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ എ ന്യൂ ഫയൽ ക്യാൻ ബി ഡൺ യൂസിങ് W പ്ലസ്. And in the case of A plus, we can read and write using an existing or new file. പുതുതായിട്ടാണെങ്കിലും ഇപ്പം അപ്പൻഡ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല എങ്കിൽ പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് ആദ്യം മുതലേ തന്നെ അപ്പൻഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫയൽ ടൈപ്സിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ആർ ആണെങ്കിൽ റീഡ് ഓൺലി ആണ്, W ആണെങ്കിൽ റൈറ്റ് ഓൺലി ആണ്, A അപ്പൻഡ്, ആർ പ്ലസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, W പ്ലസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ദെൻ A പ്ലസ് എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻറ്റു ഓർ ആക്ച്വലി ദിസ് ഈസ് ഫോർ അപ്പൻഡിങ്. റീഡിങ്ങും റൈറ്റിങ്ങും ചെയ്യാൻ പറ്റും. അതായത് റൈറ്റിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ അത് അപ്പൻഡിങ് ആണ് ചെയ്യുന്നത്. നോർമലി റൈറ്റ് ആണെങ്കിൽ ഫയൽ പോയിൻ്റർ എവിടെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ മുതലായിരിക്കും കണ്ടൻറ്റിനെ റൈറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത സമയത്ത് ഫയൽ പോയിൻ്റർ ബിഗിനിങ്ങിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ബിഗിനിങ്ങിലേക്കായിരിക്കും റൈറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓൾറെഡി കണ്ടൻറ്റ് ഉള്ള ഫയലാണെങ്കിൽ ദാറ്റ് കണ്ടൻറ്റ് വിൽ ബി ലോസ്റ്റ്. ഓക്കെ, അതാണ് റൈറ്റിൻ്റെ പ്രോബ്ലം. അതേസമയം അപ്പൻഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫയൽ പോയിൻ്റർ ബിഗിനിങ്ങിലാണെങ്കിൽ പോലും അപ്പൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഫയൽ പോയിൻ്റർ വിൽ ബി മൂവ് ടു ദി എൻഡ് ഓഫ് ദ ഫയൽ.
സോ വാട്ട് എവർ വി ആർ ഗിവിങ് വിൽ ബി ആഡഡ് ഇൻ ടു ദ എൻഡ് ഓഫ് ദ ഫയൽ. അതാണ് അപ്പൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം റൈറ്റ് ആണെങ്കിൽ എന്താണ്, എവിടെയാണോ ഫയൽ പോയിൻ്റർ ഇപ്പം നിൽക്കുന്നത് അവിടെ മുതലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ റൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ടൻറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അത് ഫയൽ ചെക്ക് ചെയ്യില്ല, കമ്പൈലർ ചെക്ക് ചെയ്യില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയൽ ടൈപ്സിനകത്ത് വരിക. ദെൻ നൗ ക്ലോസിങ് എ ഫയൽ. ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടു എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇനി ഒരു ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എഫ് ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എഫ് ക്ലോസിനകത്ത് നമുക്ക് ഏത് ഫയലാണോ ക്ലോസ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പോയിൻ്റർ വേണം എഫ് ക്ലോസിനകത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഓൾറെഡി PTVARനകത്താണ് നമ്മൾ ആ ഫയലിനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്, എഫ് ഓപ്പൺ വെച്ചിട്ട് അല്ലേ. സോ അപ്പം അതിനെ ക്ലോസ് ചെയ്യാനായിട്ട് എഫ് ക്ലോസ് ഓഫ് PTVAR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് വരുന്നത്. സോ ഇതൊരു എക്സാമ്പിളാണ്. #include stdio.h. നമ്മുടെ ഈ സ്ട്രീമും ഫയൽ സ്ട്രക്ചറും ഒക്കെ നമുക്ക് stdio.h തന്നെ ഉണ്ട്. ദെൻ ഇവിടെ #define null 0. നള്ളിനെ 0 ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്, ഒരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദെൻ മെയിനിനകത്ത് ഫയൽ FPT എന്ന് പറയുന്ന ഒരു ഫയൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇൻസൈഡ് ദാറ്റ് ഫയൽ പോയിൻ്റർ FPT = f open sample.dat, r+. Here we are opening the file which is named as sample.dat. ഒരു ഡേറ്റ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്, which is in r+. r+ means we can perform reading and writing. Okay, then if FPT = null, FPTയിലുള്ള വാല്യൂ, അതായത് എഫ് ഓപ്പൺ പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം FPTയിൽ വന്ന വാല്യൂ നള്ളാണ് എങ്കിൽ we can print that it is an error, cannot open the designated file. Okay, അതാണ് FPTക്കകത്ത് നള്ള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ ഫയൽ കറക്റ്റായിട്ട് ഓപ്പൺ ആയില്ല, അല്ലെങ്കിൽ ആ ഫയൽ അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കേസായിരിക്കും. സോ വി വിൽ ബി ഡിസ്പ്ലേയിങ് an error message. Okay, else we can perform any operation inside that file, and after performing all the operations we will be closing the file by using fclose FPT. Clear? ഇനി ഇവിടെ നമ്മൾ ഈ നൾ ചെക്ക് ചെയ്തതും എൽസും ഒക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, ഓപ്പൺ ചെയ്തു പിന്നെ നള്ളാണോ എന്ന് ചെക്ക് ചെയ്തു, ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ പെർഫോം ഇറ്റ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഇറ്റ്സെൽഫ്. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇഫ് FPT = f open sample.dat, r+= null. സോ അപ്പം നമ്മൾ എഫ് ഓപ്പണിനെ തന്നെ ഒരു ഇഫ് സ്ട്രക്ചറിലേക്ക് ഇട്ടിട്ട് അതിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നള്ളാണോ എന്നിവിടെ ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ എറർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അത് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഒരു ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും ക്ലോസ് ചെയ്യുന്നതെന്നുമാണ് ഇപ്പോൾ പഠിച്ചത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറേ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. ഫയലിനകത്ത് യൂസ് ചെയ്യുന്ന ലൈബ്രറി ഫങ്ഷൻസ്, C പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടേക്ക് കെയർ.